അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ നമ്മുടെ ഈ നാടിൻ്റെ വലിയ നേതൃത്വമായ തങ്ങൾ ഉസ്താദ്, പ്രിയപ്പെട്ട സലാം ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, കാരണവന്മാർ, സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാഹ് മദ്രസ സിറാജുൽ ഹുദ മദ്രസയുടെ തുടക്കം കുറിച്ച ഈ ഒരു സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരു വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാഹനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, നമുക്കൊക്കെ അറിയാം, വെളിച്ചം വേണം, ലൈറ്റ് വേണം. ഒന്നുകിൽ നമ്മുടെ വാഹനത്തിൽ, റോഡിൽ ഒക്കെ വെളിച്ചം വേണം, വിളക്ക് വേണം. അത് ശരീരത്തിൻ്റെ വിളക്കാണെങ്കിൽ, ഈ ഭൂമിയിലുള്ള സ്വസ്ഥമായി സുഖമായ യാത്ര ചെയ്യാൻ വിളക്ക് ആവശ്യമാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് വിളക്കുകൾ വേണം. നല്ലത് ഏത്, ചീത്ത ഏത്, നന്മയേത്, തിന്മയേത്, സത്യമേത്, അസത്യമേത്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് വേർതിരിച്ച് അറിയിക്കുന്ന വിളക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള ഔലിയാക്കൾ, ആരിഫീങ്ങൾ. നമ്മുടെ നാടുകളിലുള്ള മദ്രസകൾ, കോളേജുകൾ, ദീനീ സ്ഥാപനങ്ങൾ, വളരെ ഒരു നല്ല നാമമാണ് നമ്മുടെ മദ്രസക്ക് നമ്മുടെ പൂർവികർ നൽകിയിട്ടുള്ളത്. ഹിദായത്തിന്റെ വിളക്ക് എന്നർത്ഥമുള്ള സിറാജുൽ ഹുദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരക്ക് ഹിദായത്ത് ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ അല്ലാഹു നമ്മുടെ സ്ഥാപനത്തെ വളർത്തി തെരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മദ്രസ വേണം എന്ന ഒരു ചിന്ത നമ്മുടെ നാട്ടിലെ നല്ലവരായ പണ്ഡിതന്മാർക്കും കാരണവന്മാർക്കും നമ്മുടെ നല്ലവരായ നാട്ടുകാർക്കും ഉണ്ടായത് തന്നെ അതൊരു വലിയ നിഅമത്തായി നാം മനസ്സിലാക്കുക. ഒരു വലിയ ഹദീസ്, തവീലായ ഒരു ഹദീസ്, നീണ്ട ഒരു ഹദീസിന്റെ ചെറിയ ഒരു ഭാഗം സയ്യിദുനാ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പറയാൻ, ചിന്തിക്കുന്നവർക്ക് എമ്പാടും മതി ഈ ഒരൊറ്റ ഹദീസ്, ഈ ചെറിയ ഒരു ഹദീസ്. വലിയ ഹദീസിന്റെ ഒരു ചെറിയ ഭാഗം പറഞ്ഞിട്ട് പറയുകയാണ്. എന്താണത്? എൻ്റെ നാട്ടിൽ ഇൽമിന്റെ സ്ഥാപനം ഉണ്ടാവണം, അറിവ് നൽകുന്ന സ്ഥാപനം ഉണ്ടാവണം, മദ്രസ ഉണ്ടാവണം, അത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ടാകണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യവും ഉണ്ടാവണമെന്ന മനസ്സ് വരിക സഅദത്തിന്റെ ഹിരുകാർക്കാണ്. ഇന്നമാ യുൽഹമു അസ്സുഅദാ, ഇൽമു വേണമെന്ന മനസ്സ് നൽകപ്പെടുക സഅദത്തിന്റെ ഹിരുകാർക്കാണ്. വഇന്നമാ യുഹറമു അൽ അഷ്ഖിയ, ശഖാവത്തിന്റെ ഹിരുകാര്, പരാജിതരായ ആളുകൾ, അവർക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടാവുകയില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തെ എല്ലാ നന്മകളും ഉൾപ്പെടുത്തിയ ഒരു വേർഡുണ്ടെങ്കിൽ അത് സഅദത്ത് എന്ന പദമാണ്. സഅദത്ത് എന്ന വീടിൽ ഉൾപ്പെടാത്ത ഒരൊറ്റ നന്മയുമില്ല. ഈ ലോകത്തുള്ള എല്ലാ ഷെറും ഉൾപ്പെടുത്തിയ ഒരു വീടുണ്ടെങ്കിൽ അത് ശഖാവത്താണ്. ശഖാവത്തിൽ പെടാത്ത ഒരു ഷെറും ഇല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടുകാരുടെ ഹൃദയത്തിൽ നല്ല ഒരു മനോഹരമായ മദ്രസ, യഥാർത്ഥത്തിൽ കൂടല്ലൂരിലേക്കാണ് വരുന്നത്, മറ്റു സ്ഥലങ്ങളെപ്പോലെ നല്ലൊരു മദ്രസയാകുന്നു നമ്മളും മനസ്സിൽ കരുതിയില്ല. അൽഹംദുലില്ലാഹ്, നല്ല വലിയ ഒരു സ്ഥാപനം തന്നെ മാഷാ അല്ലാഹ്. നമ്മുടെ നാട്ടുകാരുടെ, പ്രവാസികളുടെ, നമ്മുടെ നല്ലവരായ മുഹിബീങ്ങളുടെ ആത്മാർത്ഥമായ സഹായത്തിന്റെ ഫലമായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് ഒരു നിലക്കും എനിക്ക് ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നേരത്തെ ബഹുമാന്യരായ സലാം ഉസ്താദ് ഉണർത്തിയ പോലെ വേങ്ങര കുറ്റാളൂരിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ബദർ മൗലിദ് ഉസ്താദ്
അത് തുടങ്ങിയത് മുതൽ ഈ അടുത്ത ദിവസം വരെ മുടങ്ങാതെ പങ്കെടുത്തിരുന്ന ഒരു ഹാജി, മൊയ്തീൻകുട്ടി ഹാജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മുടെ ഖാരിദാക്ക ഇവിടെ അസുഖമായിട്ടും ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, ശിഫ കൊടുക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അദ്ദേഹം 4 ദിവസം മുമ്പ് വേങ്ങര കുറ്റാളൂരിൽ നടന്ന മീലാദ് സമ്മേളനം, ആ സദസ്സിലേക്ക് ഒരു നല്ല സംഖ്യ നൽകിയ മകന്റെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിക്കുകയാണ്. അവർ മരണപ്പെട്ട് ആ മയ്യത്തിന്റെ അരികിൽ ദുആ ചെയ്യുമ്പോഴാണ് മകൻ ഉപ്പ ഹയാത്ത് കാലത്ത് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മജ്‌ലിസിലേക്ക് ഏൽപ്പിച്ച സംഖ്യയാണെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. മാത്രമല്ല, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ കണക്ക് മകൻ അറിയിച്ചു തരികയാണ്. അദ്ദേഹത്തിന്റെ 7ന്റെ ദിവസമാണ് ഇന്ന്. വീട്ടിൽ നമ്മുടെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന ഉദ്ദേശം മാത്രം ഇന്നമാ തുൻസറുക്കും ബിദഅവത്തി ദുഅഫായിക്കും ഹദീസാണ്. പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്ന് ഹദീസിൽ പഠിപ്പിച്ചതാണ്. നിങ്ങളുടെയൊക്കെ ദുആ ഉദ്ദേശം മാത്രം വന്നിട്ടുള്ളതാണ്. അള്ളാഹു ഇന്നത്തെ ഈ സദസ്സിൽ ആ പ്രിയപ്പെട്ട ഹാജി മൊയ്തീൻകുട്ടി ഹാജി അവരുടെ പേര് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുന്നത് കാരണം ഞാൻ ഇന്ന് എനിക്ക് പറ്റാത്തത് കൊണ്ട് ഇക്കാക്ക ഇസ്മായിൽ ബുഖാരി തങ്ങൾ, ഹബീബ് ബുഖാരി തങ്ങൾ അവർക്കെല്ലാം ബന്ധപ്പെട്ട് അവർക്കൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം. ആ കുടുംബമാണെങ്കിൽ ആ രൂപത്തിൽ അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇവിടെ ധാരാളം മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ട്. അവരുടെ ആമീന്റെ ഫലമായി അവരുടെ ആഖിറം അല്ലാഹു സന്തോഷമായി കൊടുക്കട്ടെ. അതോടൊപ്പം പ്രിയപ്പെട്ട നമ്മുടെ സലാം ഉസ്താദ് ഉണർത്തിയ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഉമറാക്കളിൽ പ്രമുഖരായ തയ്യാര ബാവഹാജി, ജോർദാൻ, ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ചൊരുപാട് യാത്ര ചെയ്തതാണ്. അവരുടെ മരണം സംഭവിച്ച് ഇന്ന് ഈ സമയത്ത് മയ്യത്തെടുക്കുന്ന സമയമാണ്. അവിടെ മക്കളും കുടുംബങ്ങളൊക്കെ ഒരുപാട് വിളിച്ച് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, തലേ നാളിൽ ഞാൻ ദ്വീപിലാണ്. ദ്വീപിലേക്ക് ഫോൺ വിളിച്ച് ഫോണിൽ ഒരുപാട് സംസാരിച്ചതാണ്. ഇന്നലെ വൈകുന്നേര സമയത്താണ് ഞാൻ എത്തുന്നത്. തൃശ്ശൂർ പരിപാടിക്ക് പോകുമ്പോൾ അവരുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് അവസാനമായി ഒരൊറ്റ കാര്യം പറയാനുള്ളത്, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. എല്ലാ ദിവസവും ഓരോരുത്തരോട് ചോദിക്കും, കൂടെയുള്ളവരോട്, ഇന്ന് ആരാ മരിച്ചത്, എവിടെയുള്ളവരാണ്, അവരുടെ മരണത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അവസാനം അവിടുന്ന് പറയുന്നൊരു വാക്കുണ്ട്, കുല്ല യൗമിൻ യുഖാൽ മാത്ത ഫുലാനും കദാ വകദാ, ഇന്നാലിന്റെ വ്യക്തി മരിച്ചു, ഇന്നാലിന്റെ തറവാട്ടിൽ ഇന്ന നാട്ടിൽ ഇന്ന ആൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും. ലാ ബുദ്ദ മിൻ യൗമിൻ യുഖാൽ, ഒരു ദിവസം ഇവിടെ വരും, ഒരു നാൾ ഇവിടെ വരും. യുഖാലു ഫീഹി, ആ നാളിൽ പറയപ്പെടും, മാത്ത ഉമർ ബിൻ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വഫാത്തായി എന്ന് പറയുന്ന ഒരു നാൾ ഇവിടെ വരും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, യഥാർത്ഥത്തിൽ ആ സഭയിൽ ഒരു മയ്യത്ത് ഉണ്ടായ പോലെയാണ്, ഒരു മരണം സംഭവിച്ച പോലെയാണ്. നമ്മളെല്ലാവരും ഈ സമയത്ത് എന്റെ സ്വന്തത്തോടും ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത്, എന്നതിനേക്കുള്ളൊരു മറുപടിയാകണം ഈ മദ്രസ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അധ്വാനവും. ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം നമുക്ക് മരണമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ കണ്ണടക്കുന്ന സമയത്ത് ഖബറിൽ ആഖിറത്തിൽ ഫലം കാണുന്ന എന്ത് അമലാണ്, കർമ്മമാണ്, എന്ത് ഖൈറുകളാണ്, ഖൈറാത്തുകളാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസയ്ക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം സാമ്പത്തികമായി ശാരീരികമായി ഖിദ്മ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവരിൽ നിന്ന് അല്ലാഹു തആല ഒരു കാലത്തും സവാബ്, പ്രതിഫലം, അജ്ർ, കൂലി നഷ്ടപ്പെടാത്ത രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാറ്റിന്റെയും മിസ്ലി സവാബ് അവരിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കളുടെ ഹളനത്തിലേക്ക് അല്ലാഹു തആല ഇതിന്റെ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാടിന്, നമ്മുടെ ജില്ലക്ക് എക്കാലത്തും എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. ബഹുമാന്യരായ പ്രിയപ്പെട്ട എന്റെ ഹബീബായ ദേവർശ്വര സലാം ഉസ്താദ് അൽഹംദുലില്ലാഹ് അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ സഹായത്തിന്റെ ഫലമായി സമൂഹ വിവാഹം. ഞാൻ ഇന്ന് കാറിൽ വെച്ച്, വണ്ടിയിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഹദീസ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്ത് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു 40 ഉപദേശങ്ങൾ നടത്തിയ കൂട്ടത്തിൽ ഒരു ഉപദേശം, ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്താണ്? ഇദാ അഹബ്ബല്ലാഹു അബ്ദ, ഒരു അടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സയ്യറ ഹവായിജൻ നാസി ഇലൈഹി, പാവപ്പെട്ട കുടുംബങ്ങള്, സാധുക്കള്, ഫുഖറാ, മസാക്കീൻ
അവരവരുടെ പ്രയാസം, മക്കളൊക്കെ വിവാഹം ചെയ്യിപ്പിക്കുന്ന കാര്യം, അങ്ങനെയുള്ള സങ്കടങ്ങൾ പറയുക, അത് നമ്മൾ ഏറ്റെടുക്കുക, അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുക. അതോടൊപ്പം സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ഉപകരിക്കുന്ന സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായും അതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രോത്സാഹിപ്പിച്ച കാര്യം. അള്ളാഹുവിന്റെ പൊരുത്തം അടിമക്ക് ലഭിക്കുന്നു എന്നതിന്റെ വലിയ അടയാളമാണ്. അള്ളാഹുവെ, അടുത്ത ഏപ്രിൽ മാസത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സമൂഹ വിവാഹം കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതിനേക്കാളും വിപുലമായി നടത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ വിശുദ്ധ റബീഉൽ അവ്വൽ മാസം അവസാനത്തെ ആഴ്ച, റബീഉൽ അവ്വൽ അവസാനത്തേതാകുമോ എന്ന ആ ഒരു ചിന്തയോട് കൂടെയായിരിക്കണം ഇനിയുള്ള ഈ കുറഞ്ഞ മണിക്കൂറുകൾ. അല്ലാഹു തആല ഈ റബീഉൽ അവ്വൽ അവസാനത്തെ റബീഉൽ അവ്വൽ ആകുന്നതിന് തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു സദസ്സിൽ, ബദരിയത്തിന്റെ സദസ്സിൽ ഒരു കുടുംബം വന്ന് മകൻ മരണപ്പെട്ടത് പറഞ്ഞിട്ട് പറയാണ്, ഉസ്താദെ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മെസ്സേജ് അയച്ച കാര്യമുണ്ട്. എന്താണത്? ഹബീബുർ റഹ്മാൻ എന്നാണ് ആ കൂട്ടുകാരന്റെ പേര്. തിരൂരങ്ങാടിയിലാണ് അവരുടെ നാട്. അവര് കുടുംബം ബദർ മൗലിദിൽ വന്നിട്ട് എനിക്ക് ഫോണിൽ കാണിച്ചു തന്ന മെസ്സേജ്, ഈ വർഷ സഫർ മാസത്തിൽ അവസാനത്തെ ആഴ്ചയിലാണ് മരണപ്പെട്ടത്. ഈ വർഷത്തെ റബീഉൽ അവ്വൽ നല്ലപോലെ നമുക്ക് വരവേൽക്കണം, സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണം. മൗലിദിന്റെയും സ്വലാത്തിന്റെയും ബുർദയുടെ സാസുകളൊക്കെ ഭംഗിയായി നടത്തണം എന്ന് പറഞ്ഞിട്ട് പറയാണ്. നമുക്ക് അരങ്ങുകളൊക്കെ വളരെ ഭംഗിയായി കിട്ടേണ്ടതുണ്ട്. 1500-ാമത്തെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാകുന്ന മാസമല്ലേ നമ്മിലേക്ക് കടന്നു വരുന്നത്? അത് നല്ല രൂപത്തിൽ നമുക്ക് വരവേൽക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് കൂട്ടുകാർക്ക് മരിക്കുന്നതിന്റെ തലേനാളിലും അപകടം സംഭവിച്ച് മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പും അയച്ച മെസ്സേജ് വായിച്ചപ്പോ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട്, അല്ലാഹുവിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് ഈ വർഷത്തെ റബീഉൽ അവ്വൽ നമുക്ക് സ്വീകരിക്കാൻ, വരവേൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി. ഒരുപാട് മജ്‌ലിസുകളിൽ പല രാജ്യങ്ങളിലായി പ്രിയപ്പെട്ട സലാം ഉസ്താദ് മദീനയിലും അബുദാബിയിലും അങ്ങനെ തുടങ്ങി. ഞാൻ ഈ കൊല്ലം റബീഉൽ അവ്വൽ തുടക്കം സിംഗപ്പൂരിലാണ്. അവിടേക്കുള്ള ജനങ്ങളുടെ ആ മൗലിദിന്റെ സദസ്സ് മഗ്രിബിന് പങ്കെടുത്ത് നീണ്ട സമയം മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിൽ അവരൊക്കെ കാണിക്കുന്ന ഇഷ്കും മഹബത്തും ഷൗക്കും, അങ്ങനെ നമ്മളൊക്കെ പല നാടുകളിൽ പല സദസ്സുകളിലും പങ്കെടുത്തത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ അവസാനത്തെ ആഴ്ചയിലാണ്. ഇന്നലെ ഉപ്പയുടെ ആടിന്റെ ദിവസമാണ്. അല്ലാഹുവേ, ഉപ്പയുടെ ആണ്ട് ഉപ്പ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. മരിക്കുന്നതിന്റെ തലേനാൾ പള്ളിയിലെ സാസ്, പിന്നെ മദ്രസയിലേക്ക് വരികയാണ്. കുട്ടികൾക്ക് മധുര പലഹാരം വരികയാണ്. മക്കളെ, നമുക്ക് പോയി അശ്റക്ക് ചെല്ലുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ ഉപ്പയും ഇരുന്ന നല്ല ശബ്ദത്തിൽ ചൊല്ലി. ഉപ്പയുടെ കയ്യിൽ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങളൊക്കെ കൂട്ടി മൗലിദ് ഓതുകയാണ്. സുബഹിയുടെ മുമ്പ് ഉപ്പ ഉമ്മാനോട് പറയുന്നു, റബീഉൽ അവ്വൽ അവസാനിക്കാനായി, റബീഉൽ അവ്വൽ വിട പറയാനായി, ഞാൻ മൗലിദിന്റെ സദസ്സിൽ പോവുകയാണ്. ചാലിയത്തെ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്ത് ഉപ്പ സ്ഥാപിച്ചതാണ് റബീഉൽ അവ്വലിനോടുള്ള ഒരു വിദാ. നല്ല സദസ്സ് ഉണ്ടാവണം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഉപ്പ മരണപ്പെടുകയാണ്. സയ്യിദ് അഹ്മദ് ബുഖാരി താജുൽ ഉലമ, എന്ത് സങ്കടമുണ്ടെങ്കിലും കുന്നുള്ള പാപ്പ സയ്യിദ് അഹ്മദ് ബുഖാരി തങ്ങളുടെ പേര് യാസീൻ ഓതാൻ പറയും. അവര് വഫാത്തായത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ 27-നാണ്. ഉപ്പ ഏതേത് വിഷയങ്ങൾക്ക് സിയാറത്തിന് പോകുന്ന മഹാനാണ്. അങ്ങനെ രണ്ടുപേരും ഒരേ പേരിലാണ്. അവരൊക്കെ ആണ്ടിന്റെ സമയം ആ മഹാന്മാരൊക്കെ സ്മരിച്ച ബറക്കത്ത് കണ്ടു. അള്ളാഹു നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ചവരും അർഹമായ പ്രതിഫലം അള്ളാഹു തആല നൽകട്ടെ. നേരത്തെ ബഹുമാന്യരായ ദേവർഷോര സലാം ഉസ്താദ് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ സ്വയം അനുഭവിച്ച ഒരു കാര്യം ഓർക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ ഉമ്മമാരോട്, രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഒരു കുടുംബത്തിന് പറയാനുള്ളത്, ഞങ്ങളെ പേര് പറയരുത്. ഞങ്ങളെ തറവാട് വലിയ തറവാടാണ്, നല്ല പേരുള്ള കുടുംബമാണ്. അവരുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായി. ഉറക്കത്തിൽ മരിച്ചതാ. വാതിലിന്റെ കുറ്റിയും വാതിലും ഒക്കെ പൊളിച്ചവർ നോക്കുമ്പോ ഉറങ്ങിക്കിടക്കുകയാണ്. വായക്കകത്ത് കഞ്ചാവുണ്ട്. ആ രൂപത്തിലാണ് മകൻ മരണപ്പെട്ടു പോയത്. ഇങ്ങനെ നമ്മുടെ തറവാട്ടിലൊന്നുണ്ടായില്ല. ഒരു പാവപ്പെട്ട കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ വീട്ടിൽ ചെന്നപ്പോ ദുആക്ക് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരൻ പറയാൻ, തങ്ങളൊന്ന് ഉള്ളോട്ട് വരോ, റൂമിൽ വരോ, ഒരു കാര്യം പറയാനാണ്. അങ്ങനെ ഭാര്യയുടെ സങ്കടം പറയുന്നു. ആ മരണം പറയുന്ന രംഗം എന്താണ്? മൊബൈലിൽ ഇങ്ങനെ അടിമപ്പെട്ടപ്പോ ഞങ്ങൾ ശകാരിച്ച് ഒരല്പം കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോയതാണ്. പിന്നെ വാതിൽ തുറന്നു നോക്കുമ്പോ
അവര് ഈ ലോകത്തോട് ജീവനൊടുക്കിയ രംഗമാണ് കാണുന്നത്. ഈ സമയത്താണ് നമ്മുടെ മക്കൾക്ക് ഹിദായത്ത് നൽകാൻ, നമ്മുടെ മക്കൾക്ക് സന്മാർഗം നൽകാൻ അൽഹംദുലില്ലാ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ തുറപ്പള്ളിയിൽ നല്ല ഒരു മദ്രസ, ഒരു സ്ഥാപനം. അല്ലാഹുവേ നിഅമുൽ ഇലാഹി അലൽ അബീദി കസീറ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. എത്ര നമ്പർ ഭൂമിയുണ്ടെങ്കിലും വലിയ ഫ്ലാറ്റ് ഉണ്ടെങ്കിലും വലിയ നിഅമത്ത്, അതൊന്നും വലിയ അനുഗ്രഹമല്ല. നമ്മുടെ കരളിന്റെ കഷ്ടങ്ങളായ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗങ്ങളായ, നമ്മുടെ എല്ലാമായ മക്കൾ നന്നായി തീരുക എന്നതാണ്. രക്ഷിതാക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യസ്തഹ്യി അൻ യുഅദ്ദിബ വാലിദ. അല്ലാഹു ലജ്ജിക്കുന്ന ഒരു കാര്യമുണ്ട്, മാതാപിതാക്കളെ രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ. എന്താ കാര്യം? തഹ്തൽ അർളി, ഭൂമിക്കകത്ത് വെച്ച് ഖബറിന്റെ ഭൂമിക്കകത്ത് വെച്ച് ഖബറിൽ വെച്ച് ശിക്ഷിക്കാൻ. എന്താ കാര്യം? വവലദുഹു, അവരുടെ മക്കൾ യദ്ഉ ലഹു, ദുആ ചെയ്യുകയാണ്. ഫൗകൽ അർള്, ഭൂമിക്ക് മുകളിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. ഫയഖൂൽ, പറയാണ്, യാ റബ്ബി, യാ റബ്ബ് ഇഗ്ഫിർ ലി അബി ഇഗ്ഫിർ ലി ഉമ്മി. നമ്മുടെ സിറാജുൽ ഹുദ മദ്രസയിൽ ഒരു കുട്ടി പഠിച്ച് അവിടുന്ന് കുട്ടി പഠിക്കുകയാണ്. ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ? അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ ദുആ ചെയ്യണം? അതനുസരിച്ച് മകൻ ദുആ ചെയ്യുകയാണ്. വാപ്പാക്ക് പുറത്തു കൊടുക്കണം, ഉമ്മാക്ക് മാപ്പാക്കി കൊടുക്കണം. ആ ദുആയുടെ ഫലമായി അല്ലാഹു തആല രക്ഷിതാക്കളെ ശിക്ഷിക്കുന്നതിൽ ലജ്ജിക്കുകയാണ്. ഉമ്മത്തി ഉമ്മത്തും മർഹൂമ, എന്റെ ഉമ്മത്ത് അനുഗ്രഹീത ഉമ്മത്ത്. തുദ്ഖലു ഖുബൂറഹാ ബിദുനൂബിൻ കൽ ജിബാൽ, പർവ്വതങ്ങൾക്ക് സമാനമായ രൂപത്തിലുള്ള പാപങ്ങളുമായാണ് ഖബറിൽ അവരെ പ്രവേശിപ്പിക്കുന്നത്. പിന്നെ അവരെ ഖബറിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് എല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ. എന്താ കാര്യം? ജീവിച്ചിരിപ്പുള്ള മക്കൾ, ജീവിച്ചിരിപ്പുള്ള പേരമക്കൾ, ജീവിച്ചിരിപ്പുള്ള കുടുംബാംഗങ്ങൾ, അവ മരണപ്പെട്ടവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതിന്റെ ഫലമായി ഏതായാലും നമ്മൾ ഇത് നല്ലൊരു അനുഗ്രഹമായി, വലിയൊരു നിയമത്തായി കണ്ട് ഈ മദ്രസയിൽ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ പഠിപ്പിച്ച്, ഇത് മക്കൾക്ക് മാത്രമല്ല രക്ഷിതാക്കളും ഇതിൽ പഠിക്കണം. സഹോദരിമാരെ പഠനവേദി ഉണ്ടാകും, സഹോദരന്മാർക്ക് പഠന ക്ലാസുകൾ ഉണ്ടാകും. അതൊക്കെ ഉപയോഗപ്പെടുത്തി പ്രിയപ്പെട്ട റഷീദ് സഖാഫി അല്ലാഹുവെ വളരെ ആത്മാർത്ഥമായി ഈ നാട്ടുകാർക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അല്ലാഹുവെ നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈയുടെ 3 ബസ്സിലായി ഏർവാടി മറ്റു നമ്മുടെ കുട്ടികൾ സിയാറത്തിന് പോകുമ്പോൾ കൊടകിലേക്ക് അവരുടെ ശ്രമപരമായി എല്ലാവർക്കും നല്ല ചായയും കടിയും ഒക്കെ കൊടുത്ത് അവർ പോലും അന്ന് കൂടാൻ കഴിഞ്ഞിട്ടില്ല, എല്ലാം ഏർപ്പാടാക്കി. എന്നോട് ഉസ്താദുമാരൊക്കെ പറയും, കുട്ടികളൊക്കെ പറയും, നല്ല ഒരു സൽക്കാരമാണ് ഇവിടുന്ന് കിട്ടിയത്. അല്ലാഹുവേ നമ്മുടെ സ്ഥാപനത്തെ മഹബത്ത് വെച്ച്, മുതഅല്ലിമീങ്ങളെ മഹബത്ത് വെച്ച് അങ്ങനെയുള്ള സൽക്കാരങ്ങളൊക്കെ നടത്തിയതിന് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. മജീദ് ഹാജിയെ പോലുള്ള ഒരുപാട് ഉമറാക്കളും കാരണവന്മാരും ഉസ്താദുമാരും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട മദനി ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പ മുതൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഉപ്പാപ്പാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് നല്ല സിൽസിലകൾ ചേർത്ത് അവർ നല്ല ഒരു രചന ബൈത്തുകൾ ഉണ്ടാക്കി തന്നത് അല്ലാഹുവേ നീ അത് സ്വീകരിക്കണേ അല്ലാ. പ്രിയപ്പെട്ട തങ്ങളവറുകളോട് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉപ്പ, തങ്ങളുടെ ഉപ്പയുടെ ഉപ്പ, എന്റെ ഉമ്മയുടെ ഉപ്പ സയ്യിദ് ഷാഹുൽ ഹമീദ് ബുഖാരി തങ്ങൾ ഈ മദ്രസ പ്രസ്ഥാനം പറയുമ്പോൾ എം.എ. ഉസ്താദിനെ മറക്കാൻ കഴിയില്ല. നൂറുൽ ഉലമ എം.എ. ഉസ്താദിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. അവിടുത്തെ 10 വർഷത്തെ ഉസ്താദായ ഷാഹുൽ ഹമീദ് ബുഖാരി തങ്ങൾ ഹാഫിളായി ഒന്ന് ഖബറിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ച് മക്കത്ത് ചെന്ന് 2 ഹറമയിൽ ചെന്ന് ഖുർആൻ ഹിഫ്ളാക്കുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് വരികയാണ്. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ നീ സലാമത്താക്കി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാ ദുആയിലും ഉണ്ടാകും. നിങ്ങളൊക്കെ എപ്പോഴും ദുആയിലുണ്ടാകണം. എല്ലാ മാസത്തിലൊരിക്കൽ ഇംഗ്ലീഷ് മാസം ആദ്യത്തെ വെള്ളിയാഴ്ച നടക്കുന്ന വേങ്ങര കിട്ടാലൂർ തഹ്ജീൽ ഫുതു ഉസ്താദ് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഈ ആഴ്ചയിൽ അവിടെ വാർഷിക സാസിന് വരികയും അൽഹംദുലില്ലാഹ് നന്നായി ദുആ ചെയ്ത് അനുഗ്രഹിക്കുകയും അങ്ങനെ നമ്മുടെ ഉലമാ പണ്ഡിതന്മാരൊക്കെ പങ്കെടുത്ത് സാസ് നമ്മുടെ കൂടല്ലൂരിൽ നിന്ന് അതിലേക്ക് ബദർ മൗലിദിന്റെ സാസിലേക്ക് തഹ്ജീൽ ഫുതു ബദരിയത്തിലേക്ക് ഒക്കെ വരുന്നവരുണ്ട്. എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാന്യരായ തങ്ങളവറുകളുടെ ദുആ ഇൻഷാ അല്ലാഹ് നടക്കും. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. അല്ലാഹു തആല എല്ലാവരെയും മുവഫഖീങ്ങളിൽ എല്ലാ ഖൈറാത്തിനും വലിയ ഹഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മദ്രസക്ക് നല്ലൊരു സഹായം, വലിയൊരു സഹായം, അത് പേര് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സഹായം ചെയ്ത ഒരു വ്യക്തി നമുക്കൊക്കെ അറിയുന്നതാണ്. അല്ലാഹുവേ അവർക്ക് നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ.
ഇവിടുത്തെ നിർമ്മാണ കമ്മിറ്റി, അല്ലാഹുവേ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, ഇന്നൊരു പെരുന്നാൾ പോലെ കണ്ടുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദര സഹോദരിമാരും സഅദത്തിന്റെ ഹിലുകാരിൽ സ്വാദാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.